Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Okay, good afternoon. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, കഴിച്ചു അല്ലേ? ശരി ശരി. കഴിച്ചു ശരണ്യ, കഴിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. എല്ലാവരും നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയാണ് കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലേ? മെഡിക്കൽ ടെർമിനോളജിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ഉണ്ടായിരിക്കണം, പേന ഉണ്ടായിരിക്കണം കേട്ടോ. പേന എടുത്ത് കയ്യിൽ പിടിച്ചോളൂ. നമ്മൾ മാർക്ക് ചെയ്യാൻ പറയുന്നത് അപ്പൊ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും അത് എടുത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് മെഡിക്കൽ ടെർമിനോളജിയുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കണ്ടിരുന്നു അല്ലെ? എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ എന്താണ് പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്, അതുപോലെ കോമൺ റൂട്ട് വേർഡ് എന്താണ്. പ്രധാനമായിട്ടും 4 കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് അല്ലെ? സഫിക്സ് എന്ന് പറഞ്ഞാൽ എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് അല്ലെ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? റൂട്ട് വേർഡ് അല്ലെ? ചീഫ് പാർട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് അഥവാ ബേസിക് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് വേർഡ് എന്ന് പറയുന്നത് അല്ലെ? റൂട്ട് വേർഡിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? വവൽ ലെറ്റേഴ്സ് നമ്മൾ കമ്പൈൻ ചെയ്യും അല്ലെ? പൊതുവെ ഞാൻ പറഞ്ഞു ഒരു 99% ഐയും ഓയും ഒക്കെയാണ് ചേർക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ വേറൊരു വിഭാഗമുണ്ട് അബ്രീവിയേഷൻസ് അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കെഴുത്തുകൾ അല്ലെ? അബ്രീവിയേഷൻസ്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഒരു പേജ് നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ പേജിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. 3, അതുപോലെ തന്നെ 6, 9, 30, 40, 70, 80. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് പേജിലോട്ട് കടക്കാം കേട്ടോ. നമ്മളിപ്പോ പറയുന്നത് പ്രിഫിക്സും അതിന്റെ മീനിങ്ങും ആണ് പറയുന്നത്. സെക്കൻഡ് പേജ് കേട്ടോ. സെക്കൻഡ് പേജ് എന്ന് പറഞ്ഞാല് 19 തൊട്ട് എത്ര വരെയാണ്? 42 വരെയാണ് കേട്ടോ. 19 തൊട്ട് 42 വരെയാണ്. അപ്പൊ അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് കേട്ടോ. നോട്ട് ചെയ്തോളൂ കേട്ടോ. മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സ് നോട്ട് ചെയ്യാം. 28 കേട്ടോ. 28 മാർക്ക് ചെയ്തോളൂ. 28, 31, 31, 31, 32, 32, 32, 34, 34, 39, 39, 41, 41. ഒന്നുകൂടെ പറയാണ്. സെക്കൻഡ് പേജിലാണ്. 28, 31, 32, 34, 39, 41. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. എന്താണ് പേര്? മസിഹത്ത് അല്ലെ? മസിഹത്ത് സുലൈമാൻ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. 28, 31, 32, 34, 39, 41. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ആദ്യത്തെ എന്താണ്? ബ്രാഡി. എന്താണ്? ബ്രാഡി പ്രിഫിക്സ് ആണ്. ബ്രാഡിയുടെ മീനിങ് എന്താണ്? ഡൾ എന്നാണ് അർത്ഥം കേട്ടോ. നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. എന്തായാലും പഠിക്കണം. അത് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് പഠിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. വായിക്കാൻ നിങ്ങൾ മാർക്ക് ചെയ്തത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ബ്രാഡിന്റെ മീനിങ് എന്താണ്? ഡൾ എന്നുള്ള അർത്ഥമാണ് അല്ലെ? മുഷിഞ്ഞ എന്നൊക്കെയുള്ള മീനിങ് ആണ്. അടുത്തത് കാൽക്ക് അല്ലെ? കാൽക്ക് നമ്മൾ കാൽസ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? കാൽക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സ്റ്റോൺ അല്ലെ? ഹീൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ.
കല്ല് അല്ലെങ്കിൽ ഹീൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. പേജ് നമ്പർ എനിക്കറിയില്ല വിഘ്നേഷ്, പേജ് നമ്പർ എനിക്കറിയില്ല. നിങ്ങൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഏതാ പേജ് നമ്പർ എന്നുള്ളത് കേട്ടോ. നമ്മുടെ കയ്യിൽ PDF ആണ് ഉള്ളത്, നമ്മുടെ സ്ക്രീനകത്ത്. ഓക്കെ, 113 ആണ് കേട്ടോ, 113. ഓക്കെ, കാൽക്ക് എന്ന് പറയുമ്പോൾ സ്റ്റോൺ അഥവാ ഹീൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തത് നോക്കൂ, കാർഡിയോ. ഇവിടെ ശരിക്കും ബ്രാക്കറ്റ് അല്ല വരിക, ഒരു സ്ലാഷ് പോലെയാണ് കേട്ടോ വരിക. ശരിക്കും ഒരു സ്ലാഷ് പോലെയാണ് വരിക. കാർഡിയോ, കാർഡിയോ എന്തായിരിക്കും? ബിലോങ്ങിങ് ടു ഹാർട്ട് അല്ലെ, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ, കാർഡിയോളജി എന്ന് പറയുന്നത്. അത് കാർഡിയോ. അടുത്തത് സെഫാലോ. സെഫാലോ, സെഫാലോ എന്താണെന്ന് അറിയാമോ? ബിലോങ്ങിങ് ടു ദ ഹെഡ് ആണ് കേട്ടോ. അതായത് നമ്മുടെ തലയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ് പറയുക. EEG കേട്ടിട്ടില്ലേ? ECG കേട്ടിട്ടുണ്ടല്ലോ. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് അല്ലെ, ECG എടുക്കാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്താ പറയുക മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് EEG എന്ന് പറയുന്നത്. ഇലക്ട്രോ എൻസെഫാലോ, സെഫാലോ ദാറ്റ് ഇസ് റിലേറ്റീവ് ടു ഹെഡ് ആണ് കേട്ടോ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെ സുഹൃത്ത്, എൻസെഫലൈറ്റിസ്. ഓക്കെ, സെഫാലോ എന്ന വാക്ക് റിലേറ്റഡ് ടു ഹെഡ് ഓർ ബ്രെയിൻ കേട്ടോ. ഓക്കെ, അടുത്തത് സെറിബ്രോ. സെറിബ്രോ എന്തായിരിക്കും? നമ്മുടെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയൊരു ഭാഗമുണ്ട് തലച്ചോറിൽ. ഏതാണ്? സെറിബ്രം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ, നിങ്ങൾ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും, അപ്പൊ കേട്ടിട്ടുണ്ടാവും സെറിബ്രം. സെറിബ്രോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിലോങ്ങിങ് ടു ദ സെറിബ്രം. അതെ, കറക്റ്റ് ആണ് കേട്ടോ ആൽഫിയ. സെറിബ്രം ബിലോങ്ങിങ് ടു ദ സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് കേട്ടോ, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. സെർവിക്, സെർവിക് നമ്മൾ കമ്പൈൻ ചെയ്യുന്ന വമ്പനാണ് കേട്ടോ, ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നോ. സെർവിക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്രത്യേകിച്ച് ഡെലിവറി സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ സെർവിക്സ് ആണ് കേട്ടോ. അതായത് ഗർഭാശയ മുഖം, അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗർഭാശയത്തിന്റെ കീഴ്ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് കേട്ടോ ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ സെർവിക്സ് കേട്ടോ. സെർവിക്കോ. ഓക്കെ, അടുത്തത് കൊളെ. കൊളെ എന്താണ്? കൊളസ്ട്രോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കൊളെ എന്താണ്? ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ അല്ലെ, ബൈൽ ഓർ ഗോൾ. ബൈൽ എന്താണ്? പിത്തരസമാണ് അല്ലെ. ഓക്കെ, ഗോൾ ബ്ലാഡർ അല്ലെ, അതിന് വരുന്നത് ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ. കൊളസ്ട്രോൾ അല്ലെ, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ, നമ്മുടെ ലിവർ ഉത്പാദിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിൽ നിന്ന് വരുന്നതാണ് അല്ലെ. അപ്പൊ ബൈൽ അല്ലെ, പിത്തരസമാണ്. അപ്പൊ കൊളസ്ട്രോൾ, കൊളെ എന്നൊക്കെ പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ. അടുത്തത് കോൺട്രോ എന്താണ്? ബിലോങ്ങിങ് ടു കാർട്ടിലേജ്, തരുണാസ്ഥി എന്നൊക്കെ നമ്മൾ പറയില്ലേ. കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഈ പറയുന്ന ഈ മാറലിന്റെ ഈ ഭാഗത്തൊക്കെ വരുന്ന ഒരു തരം എന്താ പറയാ സ്വെല്ലിങ് പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ, കോസ്റ്റോ കോൺട്രൈറ്റിസ്. ആവട്ടെ, ഞാനൊന്ന് ഓൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, അപ്പം കോൺട്രോ എന്ന് പറയുന്നത് എന്താണ്? ബിലോങ്ങിങ് ടു കാർട്ടിലേജ് കേട്ടോ. അതായത് തരുണാസ്ഥി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സർക്കം എന്താണ്? ഓൺ ഓൾ സൈഡ്സ്, എല്ലാ സൈഡും. എബൌട്ട്, സർക്കംഫറൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സർക്കംഫറൻസ്, ചുറ്റുള്ള അളവ്. സർക്കംഫറൻസ്, ചുറ്റളവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നതുപോലെ. ഓൺ ഓൾ സൈഡ്സ് കേട്ടോ, എല്ലാ സൈഡിലും എബൌട്ട്. അടുത്തത് കോൺട്ര എന്താണ് മീനിങ്? എഗെയിൻസ്റ്റ് അഥവാ ഓപ്പോസിറ്റ് അല്ലെ, എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്, അതിന് വിപരീതമായിട്ടുള്ളത്, ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? കോൺട്രാസെപ്റ്റീവ് പിൽ എന്ന് കേട്ടിട്ടുണ്ടോ? കോൺട്രാസെപ്റ്റീവ് പിൽ അതായത് പ്രഗ്നൻസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിക്കുന്ന മരുന്നുകളാണ് കോൺട്രാസെപ്റ്റീവ് പിൽ. ഐപിൽ എന്നൊക്കെ കേട്ടില്ലേ? കോൺട്രാസെപ്റ്റീവ് പില്ലാണ് എന്ന് വെച്ചാൽ പ്രഗ്നൻസിനെ എഗെയിൻസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. നമുക്ക് ചിലതിന് എക്സാമ്പിൾ പറയാൻ പറ്റില്ല, ചിലതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നതാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് കോൺട്ര അല്ലെ. കോൺട്ര മീൻസ് എഗെയിൻസ്റ്റ് ഓർ ഓപ്പോസിറ്റ് കേട്ടോ. അത് നമുക്ക് മാർക്ക് ചെയ്തതാണ്, അതുകൊണ്ട് പ്രത്യേകം അത് നോട്ട് ചെയ്യാം. കോൺട്രാസെപ്റ്റീവ് പിൽ എന്ന് ഓർത്താൽ മതി കേട്ടോ, എഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ്. അടുത്തത് കോസ്റ്റോ എന്താണ്? ബിലോങ്ങിങ് ടു എ റിബ് ആണ് കേട്ടോ. റിബ് അതായത് വാരിയെല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ല കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന് പറഞ്ഞു. കോൺട്രോ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു
കോൺട്രോ എന്ന് പറയുമ്പോൾ ബിലോങ്ങിങ് ടു കാർട്ടിലേജ് കേട്ടോ. ഇത് കോൺട്ര ആണ് കേട്ടോ. രണ്ടാമത് പറഞ്ഞ കോൺട്രയാണ്. കോൺട്ര അതിന്റെ അർത്ഥം എഗെയിൻസ്റ്റ് ഓഫ് ഓപ്പോസിറ്റ് എന്നാണ്. കോസ്റ്റോ എന്ന് പറയുമ്പോൾ ബിലോങ്ങിങ് ടു എ റിബ് ആണ് കേട്ടോ. വാരിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ബിലോങ്ങിങ് ടു റിബ്. അടുത്തത് സയാനോ. സയാനോസിസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? സയാനോസിസ് അല്ലെങ്കിൽ കേട്ടിരുന്നോളൂ. സയാനോ ബ്ലൂ എന്നാണ് അർത്ഥം കേട്ടോ. ബ്ലൂ നീല കളർ. നമ്മൾ ഈ ഓക്സിജന്റെ ലെവൽ ഉണ്ടല്ലോ നമ്മുടെ ബ്ലഡിന്റെ അകത്ത് വല്ലാണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ശരിക്കും ഒരു ബ്ലൂയിഷ് കളർ പോലെയൊക്കെ വരാം. നമ്മള് ആ ഒരു അവസ്ഥന് സയാനോസിസ് എന്നാണ് പറയുക. ഒരു ബ്ലൂയിഷ് ഒരു ഇത് വരും, നമുക്ക് ഒരു ഷെയ്ഡ് പോലെ വരും. ഓക്കെ, സയാനോ എന്ന് പറയുമ്പോൾ ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ ആണ്. സിസ്റ്റോ എന്താണ്? സിസ്റ്റോ എന്താണ്? റിലേറ്റിംഗ് ദ ബ്ലാഡർ അല്ലെ, നമ്മുടെ പിത്തസഞ്ചി എന്നൊക്കെ പറയില്ലേ, പിത്താശയം, ബ്ലാഡർ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ. സിസ്റ്റോസ്കോപ്പ് എന്നൊക്കെ പറയും. സിസ്റ്റോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഈ ബ്ലാഡറിനകത്ത് എക്സാമിൻ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ പറയുന്നത് സിസ്റ്റോസ്കോപ്പി. ഓക്കെ, അതിന് ഉപയോഗിക്കുന്നത് സിസ്റ്റോസ്കോപ്പ് എന്നാണ് പറയുക. അപ്പൊ സിസ്റ്റോ എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ദ ബ്ലാഡർ. ഓക്കെ, ബ്ലാഡറുമായിട്ട് റിലേറ്റിംഗ് ആണ് കേട്ടോ. സൈറ്റോ നമ്മൾ പഠിച്ചതല്ലേ, ലബോറട്ടറി സൈറ്റോളജി അല്ലെ. സൈറ്റോളജി പഠിച്ചില്ലേ? എന്താണ്? സ്റ്റഡി ഓഫ് സെല്ലാണ് അല്ലെ. സൈറ്റോ എന്താണ്? റിലേറ്റഡ്. കറക്റ്റ് ആണ് കേട്ടോ ഫാത്തിമ. സെല്ല് അല്ലെ. ആ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം. സൈറ്റോ റിലേറ്റിംഗ് ടു എ സെൽ. അടുത്തത് ഡി എന്ന് പറഞ്ഞാൽ ഡൗൺ ഫ്രം ആണ് കേട്ടോ. ഡൗൺ ഫ്രം ആണ്, താഴെ നിന്ന് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, നമ്മള് പറയില്ലേ. ഓക്കെ, അല്ലോ. ഡെർമാറ്റോ എന്തായിരിക്കും? റിലേറ്റിംഗ് ടു ദ സ്കിൻ. നമ്മൾ ഹോസ്പിറ്റലിൽ ഡെർമറ്റോളജി, അത് തന്നെ അമൃത, കറക്റ്റ് ആണ്. അത് തന്നെ എല്ലാവർക്കും അറിയാം അമൃത. അതിനെ ഫാത്തിമയ്ക്ക് പറയാൻ കറക്റ്റ്. അനീഷ ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. സ്നേഹ സുജിത് ഓക്കെ. സ്കിൻ ആണ്, റിലേറ്റിംഗ് ടു ദ സ്കിൻ. ഡെർമറ്റോളജി എന്ന് ഓർത്താൽ മതി കേട്ടോ. അറിയാമല്ലോ. ഡൈ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം രണ്ടിനെയാണ്. ഡൈ ബൈ എന്നൊക്കെ പറയുമ്പോൾ ബൈസിക്കിൾ അല്ലെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഡബിൾ. അതെ, ഡൈ അല്ലെ, രണ്ട്, 2 ടൈംസ് അഥവാ ഡബിൾ ആണ്. ഡയ എന്താണ്? ത്രൂ, കംപ്ലീറ്റ്ലി എന്നുള്ള അർത്ഥമാണ് അല്ലെ. അതായത് അതുവഴി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മള് ബ്ലഡിന് പൂർണ്ണമായിട്ടും നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. കംപ്ലീറ്റ്ലി നമ്മൾ ബ്ലഡിന് എന്ത് ചെയ്യാണ്? പ്യൂരിഫൈ ചെയ്യാണ്. അപ്പൊ ഡയ എന്ന് വെച്ചാൽ ത്രൂ, അതിലൂടെ, ബ്ലഡിലൂടെ അല്ലെ, ബ്ലഡിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നതിനാണല്ലോ നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. സോ ഡയ ത്രൂ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്നുള്ള അർത്ഥമാണ്. അടുത്തതാണ് ഡിസ്ഫങ്ഷൻ. അതുപോലെ തന്നെ ഡിസപ്നിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ആണ്. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, അതായത് ശ്വസനത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ടഫ് എന്നാണ് അർത്ഥം കേട്ടോ. എഗ്നൈസിങ് എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, വേദനാജനകമായിട്ടുള്ള, അബ്നോർമൽ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അസാധാരണമായിട്ടുള്ളത്, ബുദ്ധിമുട്ടുള്ളത്. ഡിസപ്നിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആണ്. നമുക്ക് ബ്രീത്ത് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. എക്ടോ എന്താണ്? ഔട്ട് ഫ്രം. എന്താണ്? ഔട്ട് ഫ്രം. എക്ടോ കേട്ടോ. എക്ടോ എന്താണ്? ഔട്ട് ഫ്രം, പുറത്തു നിന്ന് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഇലക്ട്രോ എന്താണ്? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. ECG നമ്പർ ഉണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് അല്ലെ. ഇലക്ട്രോ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. അടുത്തത് എൻഡോ എന്താണ്? ഇൻസൈഡ്, അകത്ത്. എൻഡോമെട്രിയം നമ്മുടെ ഈ ഗർഭാശയത്തിനകത്തുള്ള, നമ്മൾ ഗർഭപാത്രത്തിനകത്തുള്ള ഉള്ളിലുള്ളത്, ഇൻസൈഡ് ഉള്ള ആ ഒരു ലൈനിങ് ഉണ്ടല്ലോ, ആ ടിഷ്യൂ പോലത്തെ ലൈനിങ്, അതിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ലൈഫ് കറക്റ്റ് ആണ്. എൻഡോസ്കോപ്പി അല്ലെ, അകത്താണ് നമ്മൾ. പക്ഷേ ഏറ്റവും നല്ല എക്സാമ്പിൾ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എൻഡോസ്കോപ്പി കറക്റ്റ് ആണ്. നമ്മുടെ ഇൻസൈഡ് അല്ലെ, അകത്തുള്ള ഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യാന്? ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം അല്ലെ. ഇൻസൈഡ് കേട്ടോ. എന്റെറോ എന്ന് കേട്ടാൽ ഓർത്തോ, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദ ഇൻഡസ്റ്റൈൻസ് കേട്ടോ. കുടലുമായിട്ട് ബന്ധപ്പെട്ട് ഗൈസ്ട്രോ എന്ററോളജി നിങ്ങൾ പഠിച്ചില്ലേ ഡിപ്പാർട്ട്മെന്റ്സിനകത്ത്? ഗൈസ്ട്രോ എന്ററോളജി, എന്ററോ എന്ന് കേൾക്കുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഇൻഡസ്റ്റൈൻസ് കേട്ടോ. കുടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എപ്പി എന്ന് പറഞ്ഞാൽ അപ്പോൺ അല്ലെങ്കിൽ ഓൺ എന്നൊക്കെയുള്ള അർത്ഥമാണ്. എപ്പിഡെർമിക് എന്നൊക്കെ പറയുമ്പോൾ ഔട്ടർ ലെയർ ഓഫ് ദ സ്കിന്നിനെയാണ് കേട്ടോ പറയുന്നത്. ഔട്ടർ ലെയർ ഓഫ് ദ സ്കിൻ അല്ലെങ്കിൽ സ്കിന്നിന്റെ മുകൾ ഭാഗം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എപ്പിഗ്ലോട്ടിസ് ഓക്കെ, കറക്റ്റ് ആണ് അത്. എപ്പിഗ്ലോട്ടിസ് അല്ലെ, നമ്മുടെ മറ്റേ ഫാരിങ്സ് തുടങ്ങുന്ന ഭാഗത്ത് ഉള്ള ആ ഒരു എന്താ പറയാ, ഒരു കരുണാസ്തി പോലത്തെ ഒരു കവർ, അതാണ് ഒരു ലീഫിന്റെ ഷേപ്പിലുള്ള ഒരു ഭാഗമുണ്ട് എപ്പിഗ്ലോട്ടിസ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം
എന്താണ് അതായത് ശ്വസനനാളത്തിലോട്ട് പോകാതെ തടയുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ ഈ പറയുന്ന ഫാരിങ്സും നമ്മുടെ ഈ ശ്വസനനാളം തുടങ്ങുന്ന ഭാഗത്ത് ഒരു ലെയർ ഉണ്ട്. അതിന് എപ്പിഗ്ലോട്ടിസ് എന്നാണ് നമ്മൾ പറയാം. അത് എക്സാമ്പിൾ ആണ് പറഞ്ഞത്, ശരിയാണ് കേട്ടോ. അപ്പോൺ ഓൺ എന്ന് പറയുമ്പോൾ അത് എത്രയുള്ള എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അത് എവിടേക്ക് പോകരുത്, ശ്വസനനാളത്തിലോട്ട് പോകരുത്. കാര്യം അന്നനാളം ശ്വാസനാളം ഒക്കെ ഒരേ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇങ്ങോട്ട് പോകാൻ പാടില്ല, ശ്വസനാളത്തിലോട്ട് പോകാൻ പാടില്ല അല്ലെ. അപ്പൊ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരാളാണ് കേട്ടോ എപ്പിഗ്ലോട്ടിസ്. അപ്പൊ ഓൺ അല്ലെങ്കിൽ ഓൺ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അല്ലെങ്കിൽ നിയർ എന്നൊക്കെയുള്ള മീനിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു പേജിനകത്ത് 28, 31, 32, 34, 39 and 41 ഇത്രയാണ് മാർക്ക് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് നമ്മൾ പോവാണ്. നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ 43 തൊട്ട് 65 വരെയാണ് കേട്ടോ. 65 വരെയാണ് ഇതിനകത്ത് വരുന്നത്. 45 to 63. ഓക്കെ, അതിനകത്ത് മാർക്ക് ചെയ്തോളൂ. 47 47 കേട്ടോ. 47, 48, 48 മൂന്നാമത്തെ പേജില് 47, 48, 48 ലാസ്റ്റ് പറയാം കേട്ടോ മജീദ. ഇനി ഇപ്പൊ നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അവിടെ തൊട്ട് മാർക്ക് ചെയ്ത് പോവുക. ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ക്ലാസ് പെൻഡിങ് വരും കേട്ടോ. അതുകൊണ്ടാണ് ലാസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ പേജിൽ മാർക്ക് ചെയ്യും. ഇപ്പൊ ഈ നിങ്ങളുടെ കയ്യിലുള്ള ഈ പേജിൽ നിങ്ങൾ ഇപ്പൊ മാർക്ക് ചെയ്ത് പോവാ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ പറയാം. 47 മാർക്ക് ചെയ്തല്ലോ. 48 ഓക്കെ. 49 49 കേട്ടോ. 49 49, 50 50 മാർക്ക് ചെയ്യാം. 52 52 52, 53 53, 56 56, 57 57, 58 58, then last 65 65 മാർക്ക് ചെയ്യാം കേട്ടോ. 65 ഒന്നുകൂടെ പറയാണ്. 47, 48, 49, 50, 52, 53, 56, 57, 58, 65 കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. ലച്ചു കറക്റ്റ് ആണ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് വായിക്കാം കേട്ടോ. എറിത്രോ എറിത്രോ എന്താണ്? എറിത്രോ റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ്. എറിത്രോസൈറ്റ് എന്ന് ഓർത്താൽ മതി കേട്ടോ. എറിത്രോസൈറ്റ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ RBC ഉണ്ടല്ലോ, റെഡ് ബ്ലഡ് സെൽ, അരുണ രക്താണുക്കള്, ചുവന്ന രക്താണുക്കള്. അവരുടെ പേരാണ് കേട്ടോ, സയന്റിഫിക് നെയിം ആണ്. നമ്മൾ പൊതുവെ RBC, റെഡ് ബ്ലഡ് സെല്ല്, ചുവന്ന രക്താണു, അരുണ രക്താണു എന്നൊക്കെ പറയില്ലേ, അവരുടെ സയന്റിഫിക് നെയിം ആണ് കേട്ടോ. എറിത്രോസൈറ്റ് എന്നാണ് പറയുന്നത്. സോ റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ്. ഓക്കെ, കോമ്പൗണ്ട് ഓഫ് റെഡ്. ഓക്കെ, എറിത്രോ കേട്ടോ. അടുത്തത് നോക്കട്ടെ. EU പ്രിഫിക്സ് ആണ്. ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. നല്ലത്, സാധാരണയായത് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. യൂക്യാരിയോട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? യൂക്യാരിയോട്ട്, പ്രൊക്യാരിയോട്ട്. ഓക്കെ, യുക്നിയ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നോക്കെ ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ കേട്ടോ. അടുത്തത് എക്സോ എക്സ്റ്റേണൽ. എക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ്? എക്സ്റ്റീരിയർ അല്ലെ, പുറം ഭാഗം എന്നുള്ള അർത്ഥമാണ്. എക്സ്ട്രാ നമുക്കറിയാലോ. എക്സ്ട്രാ ക്ലാസ്, എക്സ്ട്രാ ഫുഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? എക്സ്ട്രാ. എക്സ്റ്റീരിയർ, ഇൻ അഡീഷൻ, അതിന് പുറമെ എന്നുള്ള അർത്ഥമാണ്. ഗ്യാസ്ട്രോ എന്തായിരിക്കും? റിലേറ്റിംഗ് ടു ദ സ്റ്റൊമക്ക് അല്ലെ, സ്റ്റൊമക്ക് ആമാശയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്ലൈക്കോ കറക്റ്റ് ആണ് കേട്ടോ. അതിന്റെ അസ്നേഹ സ്റ്റൊമക്ക് ആണ്. അടുത്തത് എന്താണ്? ഗ്ലൈക്കോ ഷുഗർ, ഗ്ലൈക്കോജൻ നമ്മൾ പറയാല്ലേ. ഗ്ലൈക്കോജൻ നമ്മൾ കഴിക്കുന്ന എന്താ പറയാ ഭക്ഷണത്തില് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ടാണ് സംഭരിച്ചു വെക്കുന്നത് അല്ലെ. ഗ്ലൈക്കോ എന്നൊക്കെ പറയുമ്പോൾ ഷുഗർ അല്ലെ, ഷുഗർ ആണ് ഉദ്ദേശിക്കുന്നത്. ഗൈനക്ക് പിന്നെ അറിയാലോ നിങ്ങൾക്ക്, ഗൈനക്കോളജി ആലോചിച്ചാൽ നമുക്കറിയാം. റിലേറ്റിംഗ് ടു ഫീമെയിൽസ് ഓർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കറക്റ്റ് ആണ് കേട്ടോ. മൃത, സ്നേഹ, സുജിത്ത അറിയാലോ ഗൈനക്കോളജി. നമ്മൾ ചിലത് ഫുൾ മെഡിക്കൽ ടെർമിനോളജിയിലേക്ക് മാത്രം കണക്ട് ചെയ്യണ്ട, നമുക്കറിയാവുന്ന വാക്കുകളായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. അടുത്തത് ഹെമിറ്റോ. ഹീം എന്ന വാക്ക് കേട്ടോ, അത് ബ്ലഡിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഹെമറ്റോളജി. ഓക്കെ, ഹീം എന്ന വാക്ക് ബ്ലഡ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിലേറ്റിംഗ് ടു ബ്ലഡ്. ഹെമി എന്താണ്? ഹെമി എന്താണ്? ഹെമിസ്ഫിയർ. ഹെമി എന്താ? ഹാഫ് അല്ലെ, ഹാഫ്. നമ്മൾ മറ്റേ ജോഗ്രഫി പഠിക്കുമ്പോ പറയില്ലേ, ഉത്തരാർദ്ധഗോളം, ദക്ഷിണാർദ്ധഗോളം, നോർത്തേൺ ഹെമിസ്ഫിയർ.
മറ്റേ സദേൺ ഹെമിസ്ഫിയർ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അതായത് അർത്ഥം പകുതി അല്ലെ, ഹാഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തത് ഹെമോ. ഹീം, ഹെമറ്റ് എന്നൊക്കെ പറയുന്ന ഒരേ മീനിങ് ആണ് കേട്ടോ. ഹീം, ഹെമോ, ഹെമറ്റോളജി നിങ്ങൾ തന്നെ പറഞ്ഞ എക്സാമ്പിൾ ആണ്, റിലേറ്റിംഗ് ടു ബ്ലഡ് അല്ലെ, ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ്. ഹെപ്പറ്റോളജി എന്താണ്, റിലേറ്റിംഗ് ടു ദ ലിവർ ആണ് കേട്ടോ, റിലേറ്റിംഗ് ടു ദ ലിവർ ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അസ്ന, അമൃത, ഫാത്തിമ, സ്നേഹ, ഹസ്ന, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത് എന്താണ്, ഓക്കെ ലിറ്റി കറക്റ്റ് ആണ്. അടുത്തത് പിന്നെ എന്താണ്, ഹെറ്റർ അല്ലെ, ഹെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, അതർ, മറ്റുള്ളത്, വാരിയസ്, അങ്ങനെയുള്ള അർത്ഥമാണ് കേട്ടോ ഹെറ്റർ എന്ന് പറയുമ്പോൾ കേട്ടോ. അടുത്തത് ഹോം എന്ന് പറയുന്നത് ഐഡന്റിക്കൽ. ഹോമോലോഗസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഹോമോലോഗസ് സീരീസ് സ്കൂളിൽ പഠിക്കുന്നുണ്ട് നമ്മൾ. ഹോമോ എന്ന് വെച്ചാൽ സമാനമായിട്ടുള്ളത്, ഹോമോലോഗസ് എന്നൊക്കെ പറഞ്ഞ് സമാനമായിട്ടുള്ളത്, ഐഡന്റിക്കൽ അല്ലെ, ഓക്കെ ഒരേപോലെയുള്ളത് അത് തന്നെ. ഹോമോസാപ്പിയൻസ് അത് പെടും. ഹോമോസാപ്പിയൻസ് നമ്മുടെ മനുഷ്യന്റെ ഇതാണല്ലോ ഹോമോസാപ്പിയൻ. ഹോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിക്കൽ എന്നുള്ള അർത്ഥമാണ്. ശരിയാണ്, മനുഷ്യരെല്ലാം ഹോമോസാപ്പിയൻസ് ആണ് അല്ലെ, ഹോമോസാപ്പിയൻസ് വിഭാഗത്തിൽ പെടുന്നതാണ് അല്ലെ. ഐഡന്റിക്കൽ ആയിട്ട് ഹോമോലോഗസ് എന്നൊക്കെ പറയുന്ന അതാണ് അർത്ഥം. ഹൈഡ്രോ എന്താണ് പേര് കേൾക്കും പറയാം, വാട്ടർ അല്ലെ, വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്, വാട്ടർ. ഹൈഡ്രോഫോബിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഹൈഡ്രോഫോബിയ വെള്ളമാണ് കേട്ടോ. ഓക്കെ, വെള്ളമായിട്ട് റിലേറ്റഡ് ആണ്. അടുത്തതാണ് ഹൈപ്പർ നമ്മൾ ഇഷ്ടംപോലെ ഹൈപ്പറും ഹൈപ്പോയും പഠിക്കുന്നുണ്ട് അല്ലെ. ഹൈപ്പർ ടെൻഷൻ അല്ലെ ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെ. ഹൈപ്പർ എന്ന് വെച്ചാൽ ഓവർ സൂപ്പർ ഫ്ലൂവസ് എന്നുള്ളതാണ്, ഹൈ ലെവലാണ് ഉദ്ദേശിച്ചത്, ഹൈപ്പർ ടെൻഷൻ. ഓക്കെ കറക്റ്റ് ആണ്. ഹൈപ്പോ എന്താണ്, ഹൈപ്പോ ടെൻഷൻ, ഹൈപ്പോ തൈറോയിഡിസം ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ, എന്ന് വെച്ചാൽ അണ്ടർ അല്ലെ, ഇൻസഫിഷ്യന്റ് ലെസ്, അതെ കറക്റ്റ് ആണ്. ലോ, അണ്ടർ അഥവാ ഇൻസഫിഷ്യന്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തതാണ് ഹിസ്റ്റർ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ദ യൂട്രസ്. നമ്മൾ പറയും എന്താണ്, ഹിസ്റ്റീരിയോക്ടമി എന്നൊക്കെ പറയും. ഹിസ്റ്റീരിയോക്ടമി എന്ന് പറഞ്ഞാൽ ശരിക്കും സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ് ആണ് കേട്ടോ. യൂട്രസിനെ നമ്മൾ സർജറിയിലൂടെ റിമൂവ്, അത് തന്നെ രതീഷ് കറക്റ്റ് ആണ് കേട്ടോ, ഹിസ്റ്റീരിയോക്ടമി അത് തന്നെ. അതായത് സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസിനെ നമ്മൾ റിമൂവ് ചെയ്യില്ലേ, ആ സംഭവമാണ് കേട്ടോ. അപ്പൊ ഹിസ്റ്റർ കേട്ടാൽ അറിയാലോ, റിലേറ്റിംഗ് ടു ദ യൂട്രസ് ആണ് കേട്ടോ. ഓക്കെ കറക്റ്റ് ആണ്. ഹിസ്റ്റോപാത്തോളജി അല്ല, അത് വരില്ല കേട്ടോ, അത് ഹിസ്റ്റോ ആണ്. ഇത് ഹിസ്റ്റീരിയോ എന്നുണ്ട് കേട്ടോ, ഹിസ്റ്ററോ STER വരുന്നുണ്ട്, വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഇൻഫ്രാസോണിക് കേട്ടിട്ടില്ലേ, ഇൻഫ്രാ എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിൽ താഴെ നിൽക്കുന്നതാണ് അല്ലെ. ബെനിത്ത് എന്ന് വെച്ചാൽ താഴെ, അണ്ടർ എന്നുള്ള അർത്ഥമാണ്. ഫർദർ ഓൺ, നമ്മൾ ഇൻഫ്രാസോണിക് എന്നൊക്കെ കേട്ടിട്ടില്ലേ, നമുക്ക് എന്താ പറയാ, നമുക്ക് കേൾക്കുന്നതിനേക്കാളും നമ്മളുടെ ഓഡിബിൾ ലെവൽ ഉണ്ടല്ലോ, ഒരു 20 ഹെഡ്സ് തൊട്ട് 20 ഹെഡ്സ് 20 ഹെഡ്സ് തൊട്ട് 20,000 കിലോ ഹെഡ്സ് വരെ അങ്ങനെ എന്തോ അല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഓഡിബിൾ സൗണ്ട്. അതിന് താഴെയുള്ളതില്ലേ 20 ഹെഡ്സിനൊക്കെ താഴെയുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നൊക്കെ പറയും, ഇൻഫ്രാസോണിക് വേർബ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ സുഹൃത്ത് തന്നെ. അപ്പൊ ആ ഒരു ലെവലിൽ താഴെയുള്ളത് ബെനിത്ത്, അണ്ടർ, അതിന് താഴെ പോകുന്നത് നമ്മൾ ഇൻഫ്ര എന്നാണ് പറയുക അല്ലെ. അങ്ങനെ ആലോചിച്ചാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ മതി കേട്ടോ. ഇൻഫ്ര എന്ന് പറയുമ്പോൾ ബെനിത്ത്, ഓക്കെ അണ്ടർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇന്റർ എന്താണ്, ഇന്റർമീഡിയറ്റ് എന്ന് ഓർത്താൽ മതി. ഇന്റർമീഡിയറ്റ് അതായത് ഇൻ ദ മിഡിൽ ഓഫ് അല്ലെ, അതിന് നടുക്ക്, ഇടയിൽ എന്നുള്ള അർത്ഥമാണ് ഇൻ ദ മിഡിൽ ഓഫ്. പിന്നെന്താണ്, അതന്നെ ബിറ്റ്വീൻ, അതന്നെ കറക്റ്റ് ആണ് കേട്ടോ. ഫാത്തിമക്ക് കറക്റ്റ് ആണ്. സുൽഫത്ത് ഓക്കെ കറക്റ്റ് ആണ്. പിന്നെ എന്താണ്, ഇന്റർ, ഓക്കെ ഇന്റർ പറഞ്ഞു. ഇൻട്രാ എന്താണ്, ഇൻസൈഡ് കേട്ടോ, തെറ്റിപ്പോവരുത്. ഇന്റർ എന്ന് കേൾക്കുമ്പോൾ ഇൻ ദ മിഡിൽ ഓഫ് എന്നുള്ള അർത്ഥമാണ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇൻസൈഡ് ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ്. നമ്മള് ഇൻട്രാ എന്നോർത്താൽ മതി. ഇൻട്രാവെനസ് ഇല്ലേ, IV ആന്റിബയോട്ടിക് ഇൻട്രാവെനസ് എന്ന് ഓർത്താൽ മതി. ഇൻസൈഡ് പെയിന്റ് അകത്തേക്കല്ലേ നമ്മൾ കൊടുക്കുന്ന ഇൻസൈഡ് എന്നോർത്താൽ മതി കേട്ടോ. അപ്പൊ ഇൻട്രാവെനസ് ഓർത്താൽ മതി, ഇപ്പൊ മനസ്സിലേക്ക് കയറിക്കോളൂ. IV കൊടുക്കൂല, നേരിട്ട് നമ്മൾ വെയിലിന്റെ ഉള്ളിലോട്ടല്ലേ കൊടുക്കുന്നത്, ഇൻസൈഡിലേക്കല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഇൻസൈഡ് അത് തന്നെ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഇന്റർന് ഇൻട്രാ അല്ലെ, ഇൻസൈഡ്. ഓക്കെ, അടുത്തത് ഐസോ എന്താണ്, ഈക്വൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഈക്വൽ, നിങ്ങൾ ഐസോതേം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, ഐസോബാർ കേട്ടിട്ടുണ്ടോ.
ഈക്വൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ഒരേപോലെയുള്ളത് കേട്ടോ. ഐസോടോപ്പ് അതന്നെ അതന്നെ. ഐസോ എന്ന് പറയുമ്പോൾ ഐസോമർ കേട്ടിട്ടില്ല, ഐസോമേഴ്സ് ഈക്വൽ. ഓക്കെ, അടുത്തതാണ് ലാറ്ററോ. ലാറ്ററോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈഡ് എന്നാണ് കേട്ടോ. ഓക്കെ വെച്ചു. അടുത്തത് ലാറ്ററൽ എൻട്രി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ലാറ്ററൽ എൻട്രി വഴി സൈഡ് വൈസ് ആയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയും. സൈഡാണ് കേട്ടോ. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഒരു വശം, ഒരു സൈഡ്. ഓക്കെ, ലാറ്ററോ സൈഡ്. ല്യൂക്കോ, നമ്മൾ എറിത്രോ പറഞ്ഞില്ലേ? എറിത്രോ എന്താണ്? റിലേറ്റിംഗ് ടു RBC. ല്യൂക്കോസൈറ്റ്, ലുക്കീമിയ എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുവാ? WBC ആണല്ലേ? അത് തന്നെ, റിലേറ്റിംഗ് ടു എനിത്തിങ് വൈറ്റ് ഓർ ടു ല്യൂക്കോസൈറ്റ് കേട്ടോ. ല്യൂക്കോസൈറ്റ് എന്ന് പറഞ്ഞാൽ WBCയുടെ സയന്റിഫിക് നെയിം ആണ്. ലുക്കീമിയ അല്ലെ? WBCയുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ബ്ലഡ് ക്യാൻസറിനല്ലേ നമ്മൾ ലുക്കീമിയ. WBCയുടെ അളവല്ലേ ഇവിടെ കൂടുന്നത്. സോ റിലേറ്റിംഗ് ടു WBC. ഓക്കെ, ക്ലിയർ? അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ പേർക്ക് അറിയാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറയാണ്. 47, 48, 49, 50, 52, 53, 56, 57, 58, 65 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാം. മാർക്ക് ചെയ്തോളൂ. അടുത്ത പേജില് നമ്മള് 66 തൊട്ട് 90 വരെ ഉണ്ട് കേട്ടോ. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 67 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 67, 70, 70, 70, 73, 73, 79, 79, 79, 80, 80 കേട്ടോ. 80, 84, 84, 89, 89. ഒന്നുകൂടെ പറയാണ്. 67, 70, 73, 79, 80, 84, 89. ഓക്കെ, കിട്ടിയില്ലോ? മാർക്ക് ചെയ്തല്ലോ? വായിക്കണ്ട. ലിത്തോ 66 ആണ് വായിക്കുന്നത്. ലിത്തോ റിലേറ്റിംഗ് ടു എ സ്റ്റോൺ. ഓക്കെ, അതായത് നമ്മൾ കല്ലുമായിട്ട്. ലിത്തോസ്ഫിയർ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? ലിത്തോട്രിപ്സി. ഓക്കെ സനീറ, ലിത്തോസ്ഫിയർ എന്താണ് പറയാ നമ്മള്? ലിത്തോസ്ഫിയർ ഞാൻ മറന്നുപോയില്ല, എന്റെ മലയാളം മറന്നുപോയില്ല. ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോ നമ്മുടെ ഭൂമിയുടെ ഇതൊക്കെ പറയില്ലേ? ലിത്തോസ്ഫിയർ അല്ലെ? റിലേറ്റിംഗ് ടു എ സ്റ്റോൺ, പാറ അല്ലെങ്കിൽ കല്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് കേട്ടോ. അടുത്തത് നമ്മൾ അതുപോലെ നമുക്ക് ഈ വൃക്കയില് കല്ലൊക്കെ നമുക്ക് വരുമല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലിത്തോ കേട്ടോ. ലിത്തോ എന്ന് വെച്ചാൽ റിലേറ്റിംഗ് ടു എ സ്റ്റോൺ ആണ് കേട്ടോ. മാക്രോ, മാക്രോ എന്താണ്? ഹൈറ്റ് അല്ല കേട്ടോ, ഒന്ന് തിരുത്താം. ഹ്യൂജ് എന്നാക്കാം കേട്ടോ. ഹ്യൂജ് അത് മൈക്രോ ആണ് ഹസ്ന. മാക്രോ ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. മൈക്രോ ചെറുത്. മൈക്രോസ്കോപ്പിക് എന്നൊക്കെ പറഞ്ഞ കുഞ്ഞിത്. ഇത് മാക്രോ ആണ്. മാക്രോസ്കോപ്പിക് ഇമേജ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? മാക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ വലുതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹ്യൂജ് ആണ് കേട്ടോ. ഹൈറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് തിരുത്താം കേട്ടോ. വൈ മാറ്റ യു ഇടുക കേട്ടോ. ഹ്യൂജ്. ഓക്കെ. മാലിന് എന്താണ്? ബാഡ് ഓർ അൺയൂഷ്വൽ. മാൽ പ്രാക്ടീസ് എന്നൊക്കെ നമ്മൾ പറയും. മാൽ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അൺയൂഷ്വൽ ആയിട്ട്, ബാഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം അതല്ലേ അർത്ഥം? മാൽ. ഓക്കെ, ബാഡ് ഓർ അൺയൂഷ്വൽ. അത് തന്നെ സുൽഫത്ത് നല്ല എക്സാമ്പിൾ ആണ് പറഞ്ഞത്. മാൽ ന്യൂട്രീഷൻ അല്ലെ? പോഷകാഹാരക്കുറവ്. മാൽ ന്യൂട്രീഷൻ, ബാഡ് ഓർ അൺയൂഷ്വൽ. അടുത്തത് മെഡി എന്ന് പറയുമ്പോൾ മിഡിൽ ആണ് കേട്ടോ. മിഡിൽ ആണ് ഉദ്ദേശിക്കുന്നത്. മെഡിൽ കേട്ടോ. മിഡിൽ എന്നുള്ള മീനിങ് ആണ്. മെഗാ എന്താണ് നമുക്കറിയാം അല്ലെ? മെഗാ സ്റ്റാർ നമുക്ക് പറയുന്നത് എന്താ? ഹ്യൂജ് അല്ലെ? മാക്രോ എന്നുള്ള അതേ മീനിങ് ആണ് അല്ലെ? ഹ്യൂജ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മെലൻ അല്ലെ? മെലൻ എന്നൊക്കെ പറയുമ്പോ ബ്ലാക്ക് ആണ്. മെലാനിൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? മെലാനിൻ നമ്മുടെ ഈ പറയുന്ന എന്താ പറയാ, നമ്മുടെ സ്കിന്നിന് അത് തന്നെ മെലാനിൻ. അതായത് മെലാനിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന ഒരു വർണ്ണ വസ്തുവാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദേഹത്തൊക്കെ മോൾസ് ഉണ്ടാവില്ലേ? ഈ പറയുന്ന എന്താ പറയാ, പുള്ളികളൊക്കെ ഉണ്ടാവില്ലേ? മർക്കൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അവിടെയൊക്കെ മെലാനിൻ ഇങ്ങനെ കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുക. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ബ്ലാക്ക് മോളായിട്ടൊക്കെ വരുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ബ്ലാക്ക് ആണ്. മെലനോമ, മെലനോമ ഈ പറയുന്ന എന്താ പറയാ, സ്കിൻ ക്യാൻസർ ആണ് കേട്ടോ മെലനോമ എന്ന് പറയുന്നത്. അപ്പൊ മെലാൻ ഓർക്കുമ്പോ ബ്ലാക്ക് ആയിട്ട് ഓർക്കുക. നിങ്ങൾ ഇങ്ങനെ ഓർക്കാം, നമ്മുടെ മുഖത്തൊക്കെ മറുക ഉണ്ടാവില്ല, അപ്പൊ അവിടെ മെലാനിൻ ഇങ്ങനെ കട്ട പിടിച്ചിട്ടാണ് ആ കറുത്ത കളർ വരുന്നതെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക്. അടുത്തത് മെനിഞ്ചോ.
മെനിഞ്ചോ. ഈ ഓ എന്ന് പറയുന്നത് ഇങ്ങനെ ബ്രാക്കറ്റിലല്ല, ശരിക്കും ഒരു സ്ലാഷ് ഇട്ടിട്ടാണ് ട്ടോ കൊടുക്കുന്നത്. അത് കമ്പൈൻ ചെയ്യുന്ന വവ്വലാണ്. നമ്മൾ പറഞ്ഞല്ലോ റൂട്ട് വേർഡ് അല്ലെങ്കിൽ പ്രിഫിക്സിന്റെ ഒക്കെ കൂടെ നമ്മൾ ചേർക്കും. ഓക്കെ ലയിച്ചു, കറക്റ്റ് ആണ് കേട്ടോ. മെനിഞ്ചൈറ്റിസ് റിലേറ്റിംഗ് ടു മെംബ്രെയിൻ മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന് പറയുന്ന മെംബ്രെയിൻ, മെനിഞ്ചസ് എന്താണ്? നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ സുഷുമ്ന നാഡിനെയൊക്കെ കവർ ചെയ്യുന്നൊരു, അല്ലെ, അതിനെ എന്താ കവർ ചെയ്യുന്ന ഒരു ആണ്, മെംബ്രെയിൻ ആണ് കേട്ടോ, ഒരു ആവരണമാണത് മെനിഞ്ചസ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലൈച്ചു പറഞ്ഞ പോലെ മെനിഞ്ചൈറ്റിസ് എക്സാമ്പിൾ ആണ് കേട്ടോ. അടുത്തതാണ് മൈക്രോ. മൈക്രോ മൈക്രോ എന്ന് പറയുമ്പോൾ ടൈനി, അല്ലെ, ടൈനി, കുഞ്ഞിത്. നേരത്തെ ആരോ പറഞ്ഞത്? ഹസ്നയാണോ പറഞ്ഞത്? മൈക്രോബയോളജി, മൈക്രോസ്കോപ്പിക്, അത് തന്നെ, ചെറുത്, മൈക്രോസ്കോപ്പിക്. ഓക്കെ ഓക്കെ, മൈക്രോ ഓർഗാനിസം, അത് തന്നെ. മോണോ, മോണോ എന്താണ്? സിംഗിൾ ആണ് കേട്ടോ, സിംഗിൾ ആണ്. മോണോമർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മോണോമർ, നമ്മൾ പോളിമർ ഉണ്ടാവുമല്ലോ, പോളിമർ എന്ന് വെച്ചാൽ ഒരു വലിയ സാധനമാണ്. അതിനകത്ത് ഓരോ യൂണിറ്റിനെ നമ്മൾ, ഒരു സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ മോണോമർ എന്ന് പറയുന്നത്, അല്ലെ. അതുപോലെ അതന്നെ മോണോസൈറ്റ്, മോണോസൈറ്റ് പറയും. സിംഗിൾ ആണ് കേട്ടോ, സിംഗിൾ. ഓക്കെ ഓക്കെ ഓക്കെ, മോണോ അപ്ലൈ ചെയ്യാം. അടുത്തതാണ് എന്താണ്? മൈലോ, അല്ലെ. മൈലോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ് ഓഫ് ബോൺ മാരോ കേട്ടോ, നമ്മുടെ സുഷുമ്ന നാഡി അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിമജ്ജ കേട്ടോ, ബോൺ മാരോ ആയിട്ടൊക്കെ റിലേറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ മൈലോമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ദാറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ക്യാൻസർ ദാറ്റ് എഫക്ടിംഗ് ദ സ്പൈനൽ കോഡ് കേട്ടോ. അപ്പൊ മൈലോ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ്, ബോൺ മാരോ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തത് മയോ. മയോ എന്താണ്? റിലേറ്റീവ് ടു മസിൽ. മയോകാർഡിയം കേട്ടിട്ടില്ലേ? മയോകാർഡിയം, അത് തന്നെ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതായത് ഹാർട്ടിന്റെ മസിലിലെ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. റിലേറ്റിംഗ് ടു മസിൽ ആണ് കേട്ടോ മയോ. അടുത്തതാണ് നാസോ. നാസോ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാലോ, നാസോ എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ടു ദ നോസ്, അല്ലെ, മൂക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിയോ, നിയോ അറിയാലോ, നിയോനാക്ടോളജി നമ്മൾ പഠിച്ചതാണ്, അല്ലെ. നിയോ, ന്യൂ ബോൺ, അല്ലെ. നിയോനാക്ടോളജി, ന്യൂ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നിയോനാക്ടോളജി, നവജാത ശിശുക്കൾ എന്നുള്ള അർത്ഥം, അല്ലെ. ന്യൂ ആണ്. നെഫ്രോ, നെഫ്രോ അതന്നെ, ന്യൂ ബോൺ കേട്ടോ. നെഫ്രോ അറിയാലോ, റിലേറ്റിംഗ് ടു കിഡ്നി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതൊക്കെ തന്നെയാണ് കൂടുതലും മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. ന്യൂറോ എന്തായിരിക്കും? ന്യൂറോ റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം. കറക്റ്റ് ആണ് കേട്ടോ. സ്നേഹ, സുൽഫർ, ഫാത്തിമ, അൽഫിയ കറക്റ്റ് ആണ് കേട്ടോ. ആതിര കറക്റ്റ് ആണ്. നെർവസ് സിസ്റ്റം ആണ് കേട്ടോ. സുൽഫത്ത്, ഓക്കെ, നെർവസ് സിസ്റ്റം. അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞ? നൊക്റ്റ്. നൊക്റ്റ് എന്ന് പറയുമ്പോൾ നൈറ്റ് ആണ് കേട്ടോ. നൈറ്റ് ആണ്. നൊക്റ്റ് എന്ന് പറയുമ്പോൾ നൈറ്റ് ആണ് മീൻ ചെയ്യുന്നത് കേട്ടോ. നൈറ്റ് ആണ്. അതന്നെ, നൊക്ടേണൽ. ഓക്കെ, നൈറ്റ് കേട്ടോ. ഒലിഗോ. ഒലിഗോ എന്ന് പറഞ്ഞാല് ടൈനി, ലാക്കിംഗ്, ഡെഫിഷ്യന്റ്, അഭാവം. ഒലിഗോ എന്നാണ് കേട്ടോ. ഒലിഗോ എന്ന് വെച്ചാൽ ടൈനി, ചെറിയ കുറവൊക്കെ. ടൈനി, ലാക്കിംഗ്, ചെറിയ കുറവ്, ഡെഫിഷ്യന്റ്, അഭാവം എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ ഒലിഗോ. അടുത്തതാണ് ഉഫോറോ. ഉഫോറോ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ ന്യൂറോ എന്ന് പറഞ്ഞാലും റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം ആണ്. അതുപോലെ ഉഫോറോ എന്ന് പറഞ്ഞാലും റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം. ഈ ഓ എന്ന് പറയുന്നത് കമ്പൈനിങ് വവ്വലാണ് കേട്ടോ. അതിന്റെ കൂടെ ചേർക്കുന്ന കോമൺ ആയിട്ടുള്ള വവ്വലാണ്. ആ ബ്രാക്കറ്റ് അല്ല, ശരിക്കും ഒരു സ്ലാഷ് പോലെയാണ് വരുന്നത്. ബ്രാക്കറ്റ് അല്ല, ഒരു സ്ലാഷ് ഇട്ടിട്ടാണ് അവിടെ ഓ കൊടുക്കേണ്ടത് കേട്ടോ. ഉഫോറോ റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം. ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി അറിയാലോ, റിലേറ്റിംഗ് ടു ഐ ആണ് കേട്ടോ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത മൂന്നെണ്ണം ശ്രദ്ധിക്കാം. ഓർക്കിഡോ, ഓർക്കി, ഓറോ എന്നൊക്കെ പറഞ്ഞാൽ ഇത് മൂന്നും ഒരേ മീനിങ് ആണ്. റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ് കേട്ടോ, വൃഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതായത് എന്താണ് പ്രത്യുൽപാദന അവയവമായിട്ടുള്ള ടെസ്റ്റിക്കിൾസ്, അല്ലെ, വൃഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് കേട്ടോ. ഓറോ എന്നൊക്കെ പറയുന്നത് റിലേറ്റിംഗ് ടു ദ ടെസ്റ്റിക്കിൾസ് ആണ്. അത് മെയിൽ റീപ്രൊഡക്റ്റീവ് ആണ് കേട്ടോ. അടുത്തത് ഓർത്തോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് ഓർ നോർമൽ. നിങ്ങൾ ഓർത്തോളജി മറ്റേത് ചിന്തിക്കരുത് കേട്ടോ. ഓർത്തോപീഡിക്സ് ആ രീതിയിലല്ല, അതും കുഴപ്പമില്ല. ഓർത്തോഡോണ്ടിക്സ് എന്നൊക്കെ പറയും. ഓർത്തോഡോണ്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റനിങ് ഓഫ് ദ ടീത്ത് ആണ്. നമ്മുടെ പല്ലിനെ ശരിയാക്കൂല, പല്ലിനെ നേരെയാക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഓർത്തോ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഓർ നോർമൽ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. സ്ട്രെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമൊക്കെയാണ് കേട്ടോ. ഡയറക്റ്റ് നോർമലൈസ് ചെയ്യുക. ഓർത്തോഡോണ്ടിക്സ് ടീത്ത് നോർമൽ ആക്കുക, അല്ലെ. അപ്പൊ ഡയറക്റ്റ് ഓർ നോർമൽ എന്നുള്ള അർത്ഥമാണ്. ഓസ്റ്റിയോ നമ്മള് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓസ്റ്റിയോപൊറോസിസ് പഠിച്ചില്ലേ നിങ്ങൾ? അത് തന്നെ നമ്മുടെ ഇതില്
ഏതാണ് ഡിപ്പാർട്ട്മെന്റിനകത്ത് പഠിച്ചില്ല, ഓസ്റ്റിയോപൊറോസിസ് അല്ലെ. അതായത് ഈ ബോൺസ് ഇങ്ങനെ ഫ്രജൈൽ ആയിട്ട് ബ്രേക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ, അസ്ഥി കൊടിയാന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ ആ സംഭവം കേട്ടോ. ഓസ്റ്റിയോ റിലേറ്റിംഗ് ടു ബോൺ ആണ്. ഓട്ടോളജി എന്താണ്? റിലേറ്റിംഗ് ടു ഇയർ അല്ലെ, ചെവി കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. റിലേറ്റിംഗ് ടു ഇയർ ആണ് ഓട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. മാർക്ക് ചെയ്തത് ഒന്നുകൂടെ പറയാണ്. 67, 70, 73, 79, 80, 84, പിന്നെ ഏതായിരുന്നു 89 കേട്ടോ. 89. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം നമുക്ക്. അടുത്ത പേജിൽ കേട്ടോ. നെക്സ്റ്റ് പേജില് നമുക്ക് 91 തൊട്ട് 115 വരെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ 91 തൊട്ട് 115 വരെ ഉണ്ട്. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് പറയാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 92 കേട്ടോ, 92 മാർക്ക് ചെയ്തോളൂ. 98 98, 104 104 കേട്ടോ, 104, 104 104, 105 105, 106 106. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. ആ പേജിനകത്ത് ഒന്നുകൂടെ പറയാണ്. 92, 98, 104, 105, 106. ഓക്കെ, കിട്ടില്ലേ? വായിക്കാം നമുക്ക്. പാരാന്ന് വെച്ചാൽ ഡിസൈഡ്. പാരാതൈറോയിഡ് നമ്മൾ പറയും അല്ലെ, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഡിസൈഡ് അരികിലായിട്ട് തന്നെയുള്ള ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഓർഗൻ ആണ് കേട്ടോ പാരാതൈറോയിഡ് കേട്ടോ. പാര എന്ന് പറഞ്ഞാൽ ഡിസൈഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡിസൈഡ് അരികിൽ, അടുത്ത് എന്നുള്ള അർത്ഥമാണ്. അതെ, കറക്റ്റ് ആണ്. നമുക്ക് അടുത്ത് പാത്തോളജി നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. പാത്തോളജി സൗണ്ട് വരുന്നുണ്ടോ? റിലേറ്റിംഗ് ടു ഡിസീസ് കേട്ടോ, അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, തുഷാര കറക്റ്റ് ആണ്. പാത്തോളജി നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അടുത്തത് പെർ, PER, പെർ എന്ന് പറഞ്ഞാൽ ത്രൂ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ത്രൂ, അതിലൂടെ. പെർമിയബിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? പെർമിയബിൾ മെംബ്രെയിൻ, അതായത് അതിലൂടെ കടത്തി വിടുന്നത്, ത്രൂ അതുവഴിയായിട്ട് പോകുന്നത്. പെർക്യൂട്ടേനിയസ്. ഓക്കെ, കറക്റ്റ് ആണ് ഫാത്തിമ. പെർക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്രൂ സ്കിൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ത്രൂ സ്കിന്നിലൂടെ നമ്മൾ കൊടുക്കുന്നത് അല്ലെ. പെർ. ഓക്കെ, ത്രൂ എന്നുള്ള സെമി പെർമിയബിൾ കേട്ടിട്ടില്ലേ? പെർ, അതായത് പെർമിയബിൾ എന്ന് വെച്ചാൽ അത് അതിലൂടെ പോകുന്നതാണ്. പെർക്യൂട്ടേനിയസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ത്രൂ ദ സ്കിൻ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ പെർ എന്ന് വെച്ചാൽ ത്രൂ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തതാണ് പെരി എന്ന് പറയുമ്പോ പെരിമീറ്റർ നോക്കാൻ മതി കേട്ടോ. പെരിമീറ്റർ ചുറ്റളവ് നമ്മൾ പറയാം. എറൗണ്ട്, ചുറ്റുള്ള അളവാണല്ലോ ചുറ്റളവ് അല്ലെ. പെരിമീറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയാം, എറൗണ്ട് കേട്ടോ. പെരിറ്റോണിയം. ഓക്കെ, പെരിറ്റോണിയം. ഓക്കെ, ശരിയാണ്. നമ്മുടെ സ്റ്റൊമക്കിന്, എനിക്കത് കിട്ടില്ല. സ്റ്റൊമക്കിന് ചുറ്റുമുള്ള അല്ലെ, എറൗണ്ട് ആയിട്ടുള്ള ഒരു ലെയർ ആണല്ലോ സ്റ്റൊമക്കിനെ കവർ ചെയ്യുന്ന, മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു ഇതാണല്ലോ പെരിറ്റോണിയം. പെരിറ്റ, എറൗണ്ട്. ഫാഗോ എന്താണ്? റിലേറ്റിംഗ് ടു ഈറ്റ് കേട്ടോ. അതായത് നമ്മൾ കഴിക്കുന്നതുമായിട്ട്. ഫാഗോസൈറ്റോസിസ് എന്നല്ലേ പറയും? ഫാഗോസൈറ്റോസിസ്, അതെ, ഫാഗോസൈറ്റോസിസ് വിഴുങ്ങുന്ന സംഭവത്തിനെയാണ് പറയുന്നത് ഫാഗോസൈറ്റോസിസ് എന്ന് പറയാം. അതായത് നമ്മൾ ഈ WBCയുടെ ഒക്കെ പഠിക്കുമ്പോൾ 5 ടൈപ്പ് WBC ഉണ്ട്. അതിൽ ഏതൊരു WBCയുടെ ഫംഗ്ഷൻ ആണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അതായത് അണുക്കള് വിഴുങ്ങി നശിപ്പിക്കാം. അപ്പൊ വിഴുങ്ങുക, തിന്ന എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഫാഗോ റിലേറ്റിംഗ് ടു ഈറ്റ് ആണ്. ഫാരിംഗോ എന്താണ്? റിലേറ്റിംഗ് ടു ത്രോട്ട് ഓർ ഫാരിങ്സ് കേട്ടോ. നമ്മുടെ ത്രോട്ട്, തൊണ്ട, അതുപോലെ തന്നെ ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസനാളം കേട്ടോ. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, ഫാരിംഗോളജിസ്റ്റ്, ഫാരിംഗൈറ്റിസ്. ഓക്കെ, കറക്റ്റ് ആണ്. റിലേറ്റിംഗ് ടു ത്രോട്ട് ഓർ ഫാരിങ്സ്. അടുത്തത് ഫിലബോ എന്താണ്? റിലേറ്റിംഗ് ടു വെയിൻ. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. നമ്മള് ലബോറട്ടറിയിൽ പഠിച്ചില്ലേ, ഫിലബോട്ടോമി പഠിച്ചില്ലേ? അതായത് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ആളാണ്. ബ്ലഡ് ഇതിലൂടെ വെയിനിലൂടെ ആണല്ലോ വരുന്നത്. റിലേറ്റിംഗ് ടു വെയിൻ എന്ന് ഓർത്താൽ മതി കേട്ടോ. റിലേറ്റിംഗ് ടു വെയിൻ. ന്യൂമോ എന്താ അറിയാമല്ലോ? ന്യൂമോണിയ കേട്ടിട്ടില്ലേ? റിലേറ്റിംഗ് ടു ലങ്സ്, എയർ ഓഫ് റെസ്പിറേഷൻ അല്ലെ, നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന, അതെ, അതിനെയാണ് നമ്മൾ ന്യൂമോണിയ അല്ലെ. ന്യൂമോ. ഓക്കെ, അടുത്തത് എന്താ? പോളി എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി അല്ലെ. പോളിമർ എന്നടുത്ത് പറഞ്ഞില്ലേ? പോളിമർ, മൾട്ടി അല്ലെ. പിന്നെ എന്താണ്? മെനി, അത് തന്നെ, മെനി, മൾട്ടി എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. മൾട്ടിപ്പിൾ, അതന്നെ. പിന്നെന്താണ്?
പോസ്റ്റ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ആഫ്റ്റർ, ബിഹൈൻഡ് അല്ലെ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ആഫ്റ്റർ ഗ്രാജുവേഷൻ ആണ് അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അതുപോലെ പോസ്റ്റ് പാർട്ടം പീരീഡ് അല്ലെ, പ്രസവത്തിന് ശേഷമുള്ള പോസ്റ്റ് പാർട്ടം പീരീഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആഫ്റ്റർ അതിന് ശേഷം, ബിഹൈൻഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ, അടുത്തതാണ് പ്രീ. പ്രീ എന്ന് പറയുമ്പോ ബിഫോർ, പ്രീ ഡിഗ്രി ഓർത്താൽ മതി അല്ലെ, പ്രീനാറ്റൽ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ബിഫോർ എന്നുള്ള മീനിങ് ആണ്. പ്രോ എന്താണ്? പ്രോ എന്ന് വെച്ചാല് ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ള അർത്ഥമാണ് അല്ലെ. നിങ്ങൾ പ്രോഗ്നോസിസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, പ്രോഗ്നോസിസ് ഒരു പ്രവചനമാണ് അല്ലെ. ബിഫോർ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവചിക്കാന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ടാണ് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പ്രോഗ്നോസിസ് എന്ന് പറയുമ്പോൾ പ്രഡിക്ഷൻ ആണ്, പ്രവചനാണ്. ഇത് കാര്യം നമ്മൾ നടക്കുന്നതിനേക്കാൾ മുമ്പാണല്ലോ പ്രെഡിക്ട് ചെയ്യുന്നത്. ബിഫോർ എന്ന് ഓർത്താൽ അതിന് മുമ്പ്, ബിഫോർ ആയിട്ടായിരിക്കുമല്ലോ അങ്ങനെ ചിന്തിക്കാം കേട്ടോ. ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തതാണ് പ്രൊക്ടർ. പ്രൊക്ടോ റിലേറ്റിംഗ് ടു ദ റെക്റ്റം. റെക്റ്റമായിട്ട്, റെക്റ്റം എന്ന് വെച്ചാൽ ശരിക്കും മലദ്വാരം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. മലാശയം, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വൻകുടലുണ്ടല്ലോ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതിനൊരു 3 ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ അതായത് ഏറ്റവും തുടക്ക ഭാഗത്തിന് പേര് മറന്നുപോയി, നടുക്ക്, പിന്നെ ഏറ്റവും ഒടുവിലാണ് എന്ത് വരുന്ന റെക്റ്റം വരുന്നത് കേട്ടോ. മലാശയം ഇൻറ്റസ്റ്റൈനിന്റെ ഭാഗമാണ്. അപ്പം ആ ഒരു ഭാഗത്തെയാണ് കേട്ടോ പ്രൊക്ടോ റിലേറ്റിംഗ് ടു ദ റെക്റ്റം ആണ് കേട്ടോ. മലാശയമാണ് കേട്ടോ റെക്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇൻറ്റസ്റ്റൈനിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. സ്യൂഡോ, അത് തന്നെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ, അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. അടുത്തതാണ് നമ്മുടെ എന്താണ് സ്യൂഡോ. സ്യൂഡോ എന്ന് പറഞ്ഞാൽ ടേക്ക് അല്ല കേട്ടോ, ഫേക്ക് എന്നാക്കാം കേട്ടോ. ടി മാറ്റിയിട്ട് എഫ് ഇടാം കേട്ടോ, ഫേക്ക്, സ്യൂഡോപോഡിയ. ഓക്കെ, ഫേക്ക് എന്നിടാം കേട്ടോ. ടേക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്, ടേക്ക് അല്ല. സ്യൂഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാജമായത്, ഫേക്ക് ആണ് കേട്ടോ. ടി മാറ്റി എഫ് ഇടാം. ഫേക്ക് അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്യൂഡോ ഇലമെന്റ്സ്, സ്യൂഡോ തെറ്റായത്, വ്യാജമായത് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ ഫേക്ക്. സൈക്കോ പിന്നെ നമുക്ക് അറിയാലോ, സൈക്കോളജി എന്താണ്, റിലേറ്റിംഗ് ടു ദ മൈൻഡ് അല്ലെ, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൈക്കോളജി ഓർത്താൽ മതി. പൾമണോളജി, പൾമോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഇസ് റിലേറ്റിംഗ് ടു ലങ്സ് അല്ലെ, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. PUR പെർ എന്ന് പറഞ്ഞ റിലേറ്റിംഗ് ടു പസ്. പസ് എന്ന് വെച്ചാൽ ഈ എന്താ പറയാ, പൾപ്പൊക്കെ ഇല്ലേ, പൾപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. PUR പെർ റിലേറ്റിംഗ് ടു പസ്. അടുത്തത് പൈലോ എന്ന് വെച്ചാൽ റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ് കേട്ടോ. ഒന്നിലേക്ക് കിഡ്നി അല്ലെങ്കിൽ പെൽവിസ്, നമ്മുടെ എന്താ പറയാ, പെൽവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയാ, നടുഭാഗത്തിന്റെ ആ ഒരു ഇതാണ് കേട്ടോ പെൽവിസ് എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് കേട്ടോ പൈലോ, റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ്. പിന്നെ വരുന്നത് അതും പെർ എന്ന് പറയുന്നത് ഒരേ മീനിങ് ആണ്. റിലേറ്റിംഗ് ടു പസ് ആണ് കേട്ടോ. പസ്, പഴുപ്പുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. പെർ, PUR പെറും പയോ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അടുത്തത് ക്വാഡ്രന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, 4 ആണ്. അതെ, ക്വാഡ്രിലാറ്ററൽ, അതെ ക്വാഡ്രന്റ് എന്നൊക്കെ പറയുമ്പോൾ 4 ആണ്. ഇത് നമുക്കറിയാലോ, ബൈ 2 ആണ്, ട്രൈ 3 ആണ്, ക്വാഡ്രന്റ് എന്നൊക്കെ പറയുമ്പോൾ 4 ആണെന്നുള്ളത് നമുക്കറിയാം. അത് തന്നെയാണ് 4 എന്നാണ്. ക്വാർട്ട് എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ഫൈനൽ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, 4 ആണ് കേട്ടോ. അടുത്തതാണ് റിട്രോ എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്. റിട്രോ ആക്റ്റീവ് അല്ലെ, റിട്രോസ്പെക്റ്റീവ് എന്നൊക്കെ നമ്മൾ റിട്രോ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ബാക്ക്വേർഡ് ആണ്, പുറകിലേക്ക് എടുക്കുക അല്ലെ, ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്. റൈനോ എന്താണ്, റിലേറ്റിംഗ് ടു ദ നോസ് ആണ് കേട്ടോ. റൈനോളജി റിലേറ്റിംഗ് ടു നോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റൈനോപ്ലാസ്റ്റി, അത് തന്നെ നമ്മുടെ കോസ്മെറ്റിക് സർജറി ആണ് അല്ലെ. മൂക്കിന്റെ ഷേപ്പ് ഒക്കെ മാറ്റൂലേ നമ്മ, അത് റൈനോപ്ലാസ്റ്റി അല്ലെ, റിലേറ്റിംഗ് ടു ദ നോസ് ആണ്. സ്ലീപ്പിംഗ് റിലേറ്റിംഗ് ടു എ ട്യൂബ്, അതാണ് ട്യൂബ് കേട്ടോ. സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞ റിലേറ്റിംഗ് ടു എ ട്യൂബുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തത് 92, 98, 104, 105 and 106. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത പേജിലോട്ട് കിടക്കുകയാണ്. നെക്സ്റ്റ് പേജില് പ്രിഫിക്സ് കേട്ടോ. പ്രിഫിക്സിന്റെ 116 തൊട്ട് 127 വരെയാണ് വരുന്നത് കേട്ടോ. പ്രിഫിക്സ് അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 117 കേട്ടോ. 117, 117,
122 122 കേട്ടോ 122. then 125 125 മൂന്നെണ്ണം മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ പ്രിഫിക്സിന്റെ മാത്രമാണ് കേട്ടോ, സഫിക്സ് നമ്മൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിനകത്ത് 117 122 125 കേട്ടോ മാർക്ക് ചെയ്താം. വായിക്കാം നമുക്ക്. സ്ക്ലീറോ ആക്കാം കേട്ടോ. ഡി വെട്ടിയിട്ടേ ഡി ഒന്ന് വെട്ടാം, എസ് ഇടാം കേട്ടോ. ഇത് മിസ്റ്റേക്ക് ആണ്, ഡിക്ലിറോ എന്നല്ല കേട്ടോ, സ്ക്ലീറോ എന്നാണ് കേട്ടോ. എസ് ഇടാം കേട്ടോ, ഡി വെട്ടി എസ് ഇടാം. സ്ക്ലീറോ സ്ക്ലീറ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹാർഡ് റിലേറ്റിംഗ് ടു ദ സ്ക്ലീറ, നമ്മുടെ ദൃഢപടലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, കണ്ണിന്റെ ലെയർ ആണ് കേട്ടോ സ്ക്ലീറ. ആ ഒരു ലെയറുമായിട്ട് ബന്ധം സ്ക്ലീറോ എന്നാണ് കേട്ടോ. ആയി അത് തന്നെ. അടുത്തത് സെമി. സെമി നമുക്കറിയാലോ, സെമി ഫൈനൽ അല്ലെ എന്നൊക്കെ പറയുന്നത് എന്താ? ഹാഫ് ഓർ പാർഷ്യൽ അല്ലെ, പകുതി അല്ലെ, ഭാഗം സെമി അല്ലെ, അറിയാം നമുക്ക്. സബ് നമ്മളിപ്പോ എപ്പോഴും പറയുന്ന ഒരു വാക്ക്, സബ് സ്പെഷ്യാലിറ്റി ഉപവിഭാഗം എന്നൊക്കെ നമ്മൾ അണ്ടർ അതിനടിയിലായിട്ട് അല്ലെ. ഇപ്പൊ നമ്മൾ സബ് സ്പെഷ്യാലിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതുപോലെ അണ്ടർ സം വാട്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. സൂപ്പർ എന്തായിരിക്കും? സൂപ്പർ എബവ്, അബണ്ടന്റ്, മോർ ദാൻ നോർമൽ അല്ലെ. സൂപ്പർ സൂപ്പർഫ്ലൂവസ് അല്ലെ, സൂപ്പർ ഫ്ലൂയിഡ് എന്നൊക്കെ നമ്മൾ പറയാം. എബവ്, അബണ്ടന്റ്, മോർ ദാൻ നോർമൽ. സൂപ്പർ സ്പെഷ്യാലിറ്റി അതെ, സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെ, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്, അത് മോർ ദാൻ നോർമൽ എന്നുള്ള മീനിങ് ആണ് അല്ലെ. സുപ്ര. സുപ്ര എന്താണ്? എബവ്, അതേ അർത്ഥം തന്നെയാണ് കേട്ടോ, എബവ് എന്നുള്ള മീനിങ് ആണ്. ടക്കി. ടക്കി എന്താണ്? സ്പീഡി. ടക്കി കാർഡിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ ഫാത്തിമ, കറക്റ്റ് ആണ് കേട്ടോ, ലൈജ് കറക്റ്റ് ആണ്. ടക്കി കാർഡിയ അതായത് നമ്മുടെ ഹൃദയസ്പന്ദനം സാധാരണത്തെക്കാളും സ്പീഡിൽ ഇങ്ങനെ പടപടാന്ന് മിടിക്കൂലേ, ആ ഒരു അവസ്ഥേനെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ടക്കി കാർഡിയ എന്നാണ് പറയുന്നത്. ഭയങ്കര നോർമൽ റേറ്റിനേക്കാളും ഭയങ്കര സ്പീഡിൽ ഹാർട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങുന്ന ഒരു ഇത് കേട്ടോ. അതാണ് ടക്കി. ടക്കി എന്ന് വെച്ചാൽ സ്പീഡി എന്നുള്ളത്. ടക്കി കാർഡിയ ഓർത്താൽ മതി കേട്ടോ, എല്ലാവർക്കും അറിയണമെന്നില്ല, എന്നാലും ഞാൻ പറയാണ്. ടക്കി കാർഡിയ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഹാർട്ട് വളരെ സ്പീഡിൽ അടിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അടുത്തതാണ് തേം. തേം പിന്നെ അറിയാലോ, ടെമ്പറേച്ചർ, തെർമോമീറ്റർ. തേം തെർമോമീറ്റർ എന്താണ്? റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ, എല്ലാവർക്കും അറിയാവുന്നതാണ്. തൊറാക്ക്. തൊറാക്ക് എന്ന് പറയുമ്പോൾ തൊറാസിക് ക്യാവിറ്റി എന്നൊക്കെ കേട്ടില്ലേ. തൊറാക്ക് എന്താണ്? റിലേറ്റിംഗ് ടു ദ ചെസ്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ ഹസ്ന. തെർമോമീറ്റർ കറക്റ്റ് ആണ്. അനീഷ ചെസ്റ്റ് അത് തന്നെ. തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ടു ചെസ്റ്റ്. നമ്മുടെ ഇതിന്റെ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ചെസ്റ്റിൽ വരുന്ന എല്ലാ അവയവങ്ങളും അവിടെ വരും. ഹാർട്ട് വരും, ലങ്സ് വരും, നമ്മുടെ ഈസോഫാഗസ്, അന്നനാളം, ഇതെല്ലാം അടങ്ങുന്ന നമ്മുടെ ശരീരത്തിന്റെ ആ ചെസ്റ്റിന്റെ ഭാഗമാണ് തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. തൊറാക്ക് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ചെസ്റ്റ് ആണ്. അവിടെ വരുന്ന എല്ലാ അവയവങ്ങളും ഉണ്ടാവും അല്ലെ. ഹാർട്ട് ഉണ്ട് അവിടെ, മറ്റേ എന്താ പറയുക ലിവർ, പിന്നെ നമ്മുടെ ശ്വാസകോശം, അന്നനാള്, ഇതൊക്കെ അതിനകത്താ വരുന്നത്, തൊറാസിക് ക്യാവിറ്റിക്കകത്താ വരുന്നത്. റിലേറ്റിംഗ് ടു ദ ചെസ്റ്റ്. അടുത്തത് ട്രാൻസ്. ട്രാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടു ദ അതർ സൈഡ് ഓഫ്, ടു ദ അതർ സൈഡ് ഓഫ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ട്രൈ. ട്രൈ അറിയാലോ, എന്താ? 3 അല്ലെ. ട്രൈസിക്കിൾ, ട്രൈ 3 ആണ്. യൂണി. യൂണി എന്താണ്? 1 അല്ലെ. യൂണിക്കോൺ. യൂണിക്കോൺ ഒറ്റക്കൊമ്പുള്ള ഇതിലാണ്, അങ്ങനെയല്ലേ പറയാ. 1 ആണ് കേട്ടോ. യൂണിസെക്സ്, യൂണിലാറ്ററൽ. ഓക്കെ. വാസോ ട്ടോ, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. വാസോ എന്നാണ് കേട്ടോ. വാസ്കുലാർ അല്ലെ. എന്താണ്? വെസൽ അല്ലെ, ബ്ലഡ് വെസൽ അല്ലെ, വാസ്കുലാർ വെസൽ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മള് പ്രിഫിക്സ് ഇത്രയും മാർക്ക് ചെയ്തു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറയാം കേട്ടോ. പ്രിഫിക്സ് മാത്രം ഞാനൊന്ന് നമ്പർ ചെയ്തത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പ്രിഫിക്സ് തുടക്കം തൊട്ടാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെ മാർക്ക് ചെയ്തു? 3, 6, 9, 13. എന്താണ് ഫാത്തിമ? ന്യൂമോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ന്യൂമോ എവിടെ വന്നിരുന്നത്? ഏതാ നമ്പർ ഒന്ന് പറയോ? ന്യൂമോണിയയുടെ ആണോ? ന്യൂമോ PH അല്ലേ വരേണ്ടത്? 98 അല്ലേ? ഓക്കെ. ഉണ്ട് കേട്ടോ, ഉണ്ട്, ശരിയാണ്. PH വരും കേട്ടോ. ന്യൂമോ എന്ന് പറയുമ്പോ PHE ആണ് കേട്ടോ. ശരിയാണ് കേട്ടോ, PHE ആണ്. ന്യൂമോണിയ എന്ന് പറയുമ്പോ PHENUMONIE എന്നാണ് പറയുക കേട്ടോ. അപ്പൊ അതൊന്ന് തിരുത്തിക്കാം കേട്ടോ. ന്യൂമോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞത് അപ്പൊ തന്നെ തിരുത്തി വിടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടെ മാർക്ക് ചെയ്തത് പറയാണ്. 3, 6, 9, 13, 14, 17, 18,
28, 31, 32, 34, 39, 41, 47, 48, 49, 50, 52, 53, 56, 57, 58, 65, 67, 70, 73, 79, 80, 84, 89, 92, 98, 104, 105, 106, then 117, 117 കേട്ടോ, 117, 122, 122, 125 കേട്ടോ, 125. അത്രയാണ് പ്രിഫിക്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സഫിക്സിലോട്ട് കിടക്കാം നമുക്ക്. അപ്പോ പ്രിഫിക്സ് ആണ് ഇതുവരെ നമ്മൾ കണ്ടത്, അതെല്ലാം തന്നെ പഠിക്കാം കേട്ടോ. മാർക്ക് ചെയ്ത് നിർബന്ധമായിട്ടും പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ സഫിക്സ് സ്റ്റാർട്ട് ചെയ്യാം. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് അല്ലെ. മെഡിക്കൽ ടേമിന്റെ അവസാനം അല്ലെ. എന്താണ് അമൃത, ഇങ്ങനെ ഡൗട്ട് ഉണ്ടോ? റെഡ് ബ്ലഡ് സെല്ല്, എറിത്രോസൈറ്റ് കേട്ടോ, റെഡ് ബ്ലഡ് സെൽസ് അല്ലേ. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആർക്കെങ്കിലും ഇനി ക്ലാസ്സിൽ കയറാത്ത ആർക്കെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്രൂപ്പില്. അടുത്ത ഭാഗത്തോട്ട് കിടക്കാം. കോമൺ സഫിക്സസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കോമൺ സഫിക്സിനകത്ത് ഇനി നമ്മൾ ആദ്യത്തെ നോക്കാം കേട്ടോ. സഫിക്സിനകത്ത് 1 തൊട്ട് കേട്ടോ, 1 തൊട്ട് 8 വരെയാണ് ഈ പേജിനകത്ത് വരുന്നത് കേട്ടോ. 1 to 8 ആണ്. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. 1 മാർക്ക് ചെയ്തോളൂ കേട്ടോ, 1 മാർക്ക് ചെയ്തോളൂ. ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. സഫിക്സ് ആണ് പറയുന്നത് കേട്ടോ. പ്രിഫിക്സ് കഴിഞ്ഞു. പ്രിഫിക്സ് 1 മുതൽ 127 എണ്ണം നമ്മുടെ കഴിഞ്ഞു. ഇനി സഫിക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. സഫിക്സില് നമ്പർ 1 മാർക്ക് ചെയ്യാം കേട്ടോ. 1. ദെൻ 4 മാർക്ക് ചെയ്യാം. 4, 4. അടുത്തത് 6 കേട്ടോ, 6, 6. ദെൻ 8 കേട്ടോ. ഈ പേജിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് 1, 4, 6, 8. കിട്ടിയോ? വായിക്കാം നമുക്ക്. ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ, നിങ്ങള് മാർക്ക് ചെയ്യുമ്പോൾ എല്ലാം 1 തൊട്ടാണ് നമ്പർ ചെയ്തിരിക്കുന്നത് കേട്ടോ. പ്രിഫിക്സ് ആണെങ്കിൽ 1 തൊട്ട് ഇത്ര വരെ, സഫിക്സ് ആണെങ്കിൽ 1 തന്നെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാല് പിന്നീട് ക്ലാസ്സിൽ കയറുമ്പോ എവിടെയെങ്കിലും ഒക്കെ പേജ് മറച്ചു വെക്കും. പ്രിഫിക്സ് ആണോ സഫിക്സ് ആണോ പറയുന്നത് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ കേട്ടോ. ചിലപ്പോ 56 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രിഫിക്സിൽ 56 ആവും മാർക്ക് ചെയ്യുന്നത്. പറയുന്നത് ചിലപ്പോൾ സഫിക്സിൽ 56 ആയിരിക്കും. കാരണം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1 നിന്നാണ് കേട്ടോ. എന്തായാലും ഏത് ഗ്രൂപ്പിലാണ്? നിങ്ങൾക്കൊരു ഗ്രൂപ്പില്ലേ, വാട്സപ്പ് ഗ്രൂപ്പ്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പൊ മിസ്സായിട്ടുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, നോക്കാം. കോമൺ സഫിക്സസ് കേട്ടോ. ഒന്നാമത്തത് ആൾച്ചിയ. ഓക്കെ, കോമൺ സഫിക്സ് ആണെന്ന് നമുക്കറിയാം. എൻഡിങ് പാർട്ട് ആണ്. ഓക്കെ ഓക്കെ, എൻഡിങ് പാർട്ട് ആണ്. അപ്പൊ നോക്കുക, ആൾച്ചിയ റിലേറ്റിംഗ് ടു പെയിൻ ആണ് കേട്ടോ. റിലേറ്റിംഗ് ടു പെയിൻ, വേദനയുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. മയാൾജിയ, അത് തന്നെ കറക്റ്റ് ആണ്. മയാൾജിയ കേട്ടോ. മയാൾജിയ മസിൽ പെയിൻ എന്ന് പറയുന്നതാണ് മയാൾജിയ. ആൾജിയ റിലേറ്റിംഗ് ടു പെയിൻ. ഓക്കെ, അടുത്തതാണ് അസ്തൻ. ഓക്കെ, അസ്തൻ എന്ന് പറയുമ്പോൾ ഫീബിൾനെസ് ആണ് കേട്ടോ. ഫീബിൾനെസ്, ബലഹീനത എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, ഹസ്തൻ. ഓക്കെ, അസ്തനോ, ഫീബിൾനെസ്, ബലഹീനത. ബ്ലാസ്റ്റ്, ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സഫിക്സിന്റെ മീനിങ് എന്താണ്? ഇമ്മെച്വർ സെല്ല് കേട്ടോ. ഇമ്മെച്വർ സെല്ല്, അതായത് നമ്മള് മെച്വർ അല്ലാത്ത സെല്ല്. ഇപ്പൊ നമുക്ക് എറിത്രോബ്ലാസ്റ്റ്. എറിത്രോബ്ലാസ്റ്റ് എന്തായിരിക്കും? ഇമ്മെച്വർ RBC ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ ലിംഫോബ്ലാസ്റ്റ്. ലിംഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മെച്വർ WBC അല്ലെ. അതുപോലെ എറിത്രോബ്ലാസ്റ്റ്, എറിത്രോസൈറ്റ് എന്താന്ന് നമ്മൾ പറഞ്ഞതാണ്. എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇമ്മെച്വർ RBC ആയിരിക്കും കേട്ടോ. അപ്പൊ ബ്ലാസ്റ്റ് എന്നാണ് ഇമ്മെച്വർ സെൽ എന്നർത്ഥം. സിലി. ഓക്കെ, സിലി. സിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡറോസിലി. എൻഡറോസിലി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹെർണിയാണ് കേട്ടോ. ഇൻഡസ്റ്റൈൻ ഹെർണിയനെയാണ് പറയുന്നത്. സിലി എന്ന മീനിങ് എന്താണ്? റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ്. ട്യൂമർ അല്ലെങ്കിൽ സ്വെല്ലിംഗ്, ഒരു വീർമത, വീക്കം,
സ്വെല്ലിങ്, ട്യൂമർ, മുഴ എന്നൊക്കെ പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് എന്ററോസീലി. എന്ററോ എന്ന് കേട്ടോ ഇൻഡസ്റ്റൈൻ ആണ് കേട്ടോ. എന്ററോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ENTERO എൻട്രോ എന്ന് കേട്ടാൽ അത് ഇൻഡസ്റ്റൈൻ ആണ് കേട്ടോ. ഹൈഡ്രോസീലി, സൈറ്റോസീലി. ഓക്കെ, റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിങ്. അടുത്തത് സെന്റസിസ് കേട്ടോ. സെന്റസിസ്. സെന്റസിസ് എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ. amniocentesis, അതായത് റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ ഇൻ വിച്ച് an organ or body cavity is punctured, often to drain surplus fluid or get a sample for analysis. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു അവയവോ ഒരു ഓർഗനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ക്യാവിറ്റി നമ്മൾ ഇങ്ങനെ പങ്ക്ചർ ചെയ്യാണ്. ജസ്റ്റ് അവിടെ ഒരു ഇൻസിഷൻ പോലെ ഉണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ നിന്ന് വല്ല ഫ്ലൂയിഡ്സുകളൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അതിന് വേണ്ടിയിട്ട്. അതാണ് ഓഫൺ ടു ഡ്രെയിൻ സർപ്ലസ് ഫ്ലൂയിഡ് ഓർ ഗെറ്റ് സാമ്പിൾ ഫോർ. അത് തന്നെ ഫാത്തിമ, സർജിക്കൽ പങ്ക്ചർ ടു റിമൂവ് ദ ഫ്ലൂയിഡ്. അതെ, സർജിക്കൽ പങ്ക്ചർ ആണ്. ഒരു ചെറിയൊരു സുഷിരം അല്ലെങ്കിൽ ഒരു മുറിവ് പോലെ അതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യാണ് ഫ്ലൂയിഡ്. അപ്പൊ ഓക്കെ, അതാണ് കേട്ടോ സെന്റസിസ് എന്നുള്ള. അതാണ് എക്സാമ്പിൾ പറഞ്ഞത്. amniocentesis കേട്ടോ, കറക്റ്റ് ആണ്. അടുത്തതാണ് സൈറ്റ്. C1T സൈറ്റ്, സെല്ലാണ് അല്ലെ. ല്യൂക്കോസൈറ്റ്, ല്യൂക്കോസൈറ്റ്, എറിത്രോസൈറ്റ് എന്നല്ലേ അവസാനിച്ച്, എറിത്രോസൈറ്റ്. CYTയിലല്ലേ അവസാനിച്ച്, സെല്ലാണ് അല്ലെ. ല്യൂക്കോസൈറ്റ് അല്ലെ, CYTയിലല്ലേ അവസാനിച്ച്, സെല്ലാണ്. എക്ടമി, സർജിക്കൽ റിമൂവൽ ഓഫ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ട്യൂബക്ടമി, വാസക്ടമി, അത് അപ്പൻഡക്ടമി. ഇത് നേരത്തെ പറഞ്ഞു ഹിസ്റ്റീരിയക്ടമി. എക്ടമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ അല്ലെ. ട്യൂബക്ടമി, വാസക്ടമി, വന്ധ്യംകരണ ശസ്ത്രക്രിയകളുണ്ടല്ലോ, അതിന് എക്ടമി, സർജിക്കൽ റിമൂവൽ. ഇമിയ, അനീമിയ എന്നർത്ഥം. ഇമിയ എന്ന് വെച്ചാല് റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. ഇത്രയുള്ളൂ മീൻ ചെയ്യുന്നത്. അതായത് ബ്ലഡിനകത്തുള്ള എന്തിന്റെങ്കിലും ഒരു പ്രസൻസ് അല്ലെ, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ സാന്നിധ്യം, അതാണ് അനീമിയ. അതായത് RBC എന്ന് പറയുന്ന സബ്സ്റ്റൻസിന്റെ ലാക്ക് വരുന്നതാണ് അല്ലെ അനീമിയ എന്ന് പറയുന്നത്. ഇമിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ് കേട്ടോ. അപ്പൊ ബ്ലഡിനകത്തുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസിന്റെ ആ ഒരു സാന്നിധ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത പേജ് എടുത്തോളൂ. നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. മാർക്ക് ചെയ്തില്ല, ഫുൾ വായിക്കാൻ സമയം കിട്ടില്ല. നോക്കാം കേട്ടോ. അടുത്ത പേജിലോട്ട് കടക്കാണ്. സഫിക്സ് മാർക്ക് ചെയ്തോളൂ. നമ്പേഴ്സ് 12 കേട്ടോ. 12 മാർക്ക് ചെയ്തോളൂ. 12, 15 15 കേട്ടോ. 15 15, 23 23, 24 24, 25 25, 27 27. ഒന്നുകൂടെ പറയാണ്. 12, 15, 23, 24, 25, 27. ഓക്കെ, മാർക്ക് ചെയ്തില്ലേ? മൂന്നെണ്ണം വായിച്ചിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ജെനിക് എന്ന് വെച്ചാൽ റിസൾട്ടിങ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കാർസിനോജനിക് അല്ലെ, കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസറിന്, ദാറ്റ് റിസൾട്ടിങ് ക്യാൻസർ അല്ലെ. കാർസിനോജനിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സബ്സ്റ്റൻസ് ദാറ്റ് യൂസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ദാറ്റ് റിസൾട്ടിങ് ക്യാൻസർ ആയിരിക്കും അല്ലെ. ജെനിക് എന്ന് പറയുമ്പോൾ റിസൾട്ടിങ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഗ്രാം എന്താണ്? ഗ്രാം റെക്കോർഡ്. ഇപ്പൊ നമ്മൾ ECG അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാം, അതുപോലെ ആൻജിയോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ റെക്കോർഡാണ് അല്ലെ. റെക്കോർഡ് ഓഫ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രിക്കൽ റെക്കോർഡ് ഓഫ് ദി ഹാർട്ട് ആണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം അല്ലെ, ഇസ് ദി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ഓഫ് ദ ബ്രെയിൻ അല്ലെ. ഇലക്ട്രിക്കൽ ഒരു ആക്ടിവിറ്റി റെക്കോർഡ് ഓഫ് ദ ബ്രെയിൻ ആണ് അല്ലെ. അപ്പൊ ഗ്രാം എന്ന് പറഞ്ഞാൽ റെക്കോർഡാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ മാറിപ്പോകരുത്, എ റെക്കോർഡ് ഓർ ദ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ് കേട്ടോ. റെക്കോർഡെന്നും പറയാം, അല്ലെങ്കിൽ എന്താണ് ആ റെക്കോർഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് നമ്മൾ ഗ്രാഫ്. മാറിപ്പോകരുത്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് കേൾക്കുമ്പോൾ അത് റെക്കോർഡാണ്. അതിന് കിട്ടുന്ന ആ റെക്കോർഡ് ഉണ്ടല്ലോ, അതാണ് ഗ്രാം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ഉണ്ടല്ലോ, അതാണ് ഗ്രാഫ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാമും വ്യത്യാസമുണ്ട്. ഗ്രാം അതിന് കിട്ടുന്ന റെക്കോർഡാണ്. ഓക്കെ, ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് കേട്ടോ. റെക്കോർഡ് ഓഫ് ദ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. ഐറ്റിസ് നമുക്കറിയാലോ, നമ്മൾ തുടക്കമേ പറഞ്ഞതാണ്. സ്വെല്ലിങ് അല്ലെ, ഹെപ്പറ്റൈറ്റിസ്.
അല്ലെ? ഇറ്റ് ഈസ് ദ സ്വെല്ലിംഗ് അല്ലെ? സ്വെല്ലിംഗ് ഓഫ് ദ ലിവർ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ അല്ലെ? അപ്പൻഡൈറ്റിസ് അതന്നെ സ്വെല്ലിംഗ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ലിസിസ് എന്താണ്? ഡയാലിസിസ്, ലിസിസ് LYSIS, ഡിക്ലൈൻ, ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഡിസ്ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ നശിപ്പിക്കാം, ഡിക്ലൈൻ ചെയ്യാം അല്ലെ? താഴോട്ട് പോവുക അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിക്ലൈൻ ചെയ്യാം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദാറ്റ് മീൻസ് നിഷേധിക്കുന്ന പോലെയാണ് ലിസിസ് കേട്ടോ. അതുവരെ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് 13 വരെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞ് ഓർത്തിരിക്കണം. പിന്നെ നാളത്തെ സോളിമിസിന്റെ അവർ ഞാനായിരിക്കും കേട്ടോ. കാര്യം തിങ്കളാഴ്ചത്തെ എന്റെ അവർ സോളിമിസ് ആണ് എടുത്തത്. അപ്പൊ നാളത്തെ സോളിമിസിന്റെ അവർ ഞാനായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ പിന്നെ ആതിര മിസ്സും ഇതിന്റെ ഷെയറിങ് വരും കേട്ടോ. ഷെയർ ചെയ്തെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ടെർമിനോളജി അല്ലാതെ ഒരാളായിട്ട് എടുക്കുമ്പോൾ തീരാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ശരി, താങ്ക് യു.